ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. മക്കളുമാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ സുഭദ്രാ കുമാരി ചൗഹാന്റെ മുർച്ചായ ഭൂൽ എന്ന് പറയുന്ന കവിതയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു പാഠഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഞാനിന്ന്. അതായത്, നിങ്ങൾ നാടോടി കഥകളൊന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ പണ്ട് ചില കഹാനികളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കഹാനികളൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലായിരിക്കും. നമ്മൾ പണ്ട് അപ്പനും അമ്മമ്മയൊക്കെ കാട്ടിൽ വിറക് ഓടിക്കാൻ പോയ കഥയും അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? പായസം വയ്ക്കാൻ വിറക് ഓടിക്കാൻ പോയ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അച്ഛനും അമ്മയൊക്കെ നമുക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടില്ലയോ? ഭൂതത്തിന്റെ പ്രേതത്തിന്റെ ഒക്കെ കഥ. ഇതൊക്കെ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന കഥകളാണോ അവർ പറഞ്ഞത്? അല്ല അല്ലേ, അവരുടെ മനസ്സിലുള്ള കഥകളാണ് അവർ പറഞ്ഞതല്ലേ. അത്തരത്തിലുള്ള ഒരു നാടോടി കഥയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. നാടോടി കഥ എന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു കഥയാണ്. മറ്റു പ്രദേശങ്ങളിലോട്ടൊന്നും ഇത് അധികം വ്യാപിച്ചിട്ടില്ല. അവിടെ ഉള്ള ഒരു സ്ഥിരമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കഹാനി, അത്തരം ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ നാടോടി കഥയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ലോക് കഥ എന്നാണ്. നാടോടി കഥയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ലോക് കഥ. അപ്പൊ ലോക് കഥയാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിലുള്ള കഥ, ആളുകളുടെ ഇടയിലുള്ള ഒരു കഥ. ആ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ കഥ ഇതാരും ശരിക്കും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത് ഓരോരുത്തർ തലമുറകളായിട്ട് പറഞ്ഞു വരുന്ന കഥകളാണ്. ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറയ്ക്ക്, ഓരോ ജനറേഷൻ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു കഥയാണ്. കഥകളാണ് നമ്മൾ സാധാരണ നാടോടി കഥകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നാടൻ പാട്ടുകളൊന്നും കേട്ടിട്ടില്ലേ? നാടൻ പാട്ടുകളും അങ്ങനെ വായ്മൊഴിയായിട്ട് വെച്ചേക്കൂലേ, എവിടെയെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടില്ലല്ലോ. ഓരോരുത്തരും കേട്ട് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കഥകളുമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കഥയിൽ പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ്, രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത്. ദോ ഭായി എന്നാണ് കഥയുടെ പേര്. ദോ ഭായി എന്ന് വെച്ചാൽ രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. ഈ രണ്ട് സഹോദരങ്ങളുടെ ഇടയിലുള്ള ഒരു സ്നേഹത്തിന്റെ കഥയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ടെക്സ്റ്റ് നോക്കാം. ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ട് ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഒരാൾ ഇരിക്കുന്നു അല്ലേ. പിന്നെ അവിടെ എന്തൊക്കെയോ കൂര കൂട്ടിയിട്ടിരിക്കുന്നു. ഒരു ചെറിയ വയലാണെന്ന് തോന്നുന്നല്ലേ. ഒരു പാടശേഖരമൊക്കെ കാണുന്നുണ്ട്. രണ്ട് കൂരകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കഹാനി തുടങ്ങാം. ഈ കഥയിൽ പറയുന്നത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ് ഈ കഥയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ കഹാനി നിങ്ങൾ നോക്കിക്കോളൂ. ദോ ഭായി थे, बड़े की शादी हो गई थी, उसके दो बच्चे भी थे, छोटा कुंवारा था, दोनों भाई साझा खेती करते थे। एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी। दोनों ने मिलकर फसल काटी और गेहूं तैयार किया। इसके बाद दोनों ने आधा आधा गेहूं बांट लिया। अब गेहूं ढोकर घर ले जाना बचा था। रात हो गई थी, इसलिए काम अगले दिन ही होना था। रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था। दोनों को भूख लगी थी, उन्होंने बारी बारी से खाना खा सोचा. ഒന്നാമത്തെ പാരഗ്രാഫിൽ രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള ദോ ഭായി, രണ്ട് സഹോദരന്മാരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അവരുടെ കഥയാണ് തുടങ്ങുന്നത്. ദോ ഭായി ദേ, രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ബഡേക്ക് ഷാദി ഹോ ഗയി थी, മുതിർന്ന ആള്, ബഡാന്ന് വെച്ചാൽ വലുത്, വലിയ ആളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ഉസ്കെ ദോ ബച്ചേ ഭീ ദേ, അവന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ചോട്ടാ കുംവാരാദ, ഇനി ഇളയവനുണ്ട്. അതായത് രണ്ട് സഹോദരന്മാരാണല്ലോ. മുതിർന്ന ആളുടെ കല്യാണം കഴിഞ്ഞു, അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ഇനി ഇളയ ആൾ എങ്ങനെയാണ്? കുംവാരാദ, അയാൾ അവിവാഹിതനാണ്, അതായത് അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. ദോനോ ഭായി സാച്ചാ കേത്തി കർത്തേതെ, രണ്ട് സഹോദരന്മാരും ഒരുമിച്ച് കൃഷിപ്പണി ചെയ്യുകയായിരുന്നു. एक बार उसके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരിക്കൽ അവരുടെ വയലില്, അവരുടെ ഏത് വയലാണ്? ഗേഹൂ കി ഫസൽ, ഗേഹൂ എന്ന് വെച്ചാൽ ഗോതമ്പ്. അവരുടെ ഗോതമ്പ് പാടത്തെ ഗോതമ്പെല്ലാം വിളഞ്ഞിരുന്നു അല്ലേ. ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി ഓർ ഗേഹൂ തയ്യാർ കിയ, രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ഫസൽ കാട്ടി, അതായത് വിളവെടുക്കാൻ തയ്യാറായി. വിളവെടുത്തു. എന്നിട്ടോ ഗേഹൂ തയ്യാർ കിയ, എന്നിട്ട് ഗോതമ്പെല്ലാം ഒരുക്കാനായിട്ട് തുടങ്ങി. ഗോതമ്പ് വിളവെടുത്ത് അതെല്ലാം തല്ലി കുഴിച്ച് ഗോതമ്പാക്കിയെടുത്തു. ഇസ്കെ ബാദ് ദോനോനെ ആധാ ആധാ ഗേഹൂ ബാണ്ട് ലിയ, ഇതിനുശേഷം രണ്ടുപേരും എന്ത് ചെയ്തു? ദോനോനെ ആധാ ആധാ ഗേഹൂ ബാണ്ട് ലിയ, ആധാ എന്ന് വെച്ചാൽ പകുതി, അതായത് രണ്ടുപേരും 50-50 എടുത്തു. പകുതി രണ്ടുപേരും തുല്യമായിട്ട് വീതിച്ചെടുത്തു. അപ്പൊ ഗേഹൂ ടോക്കർ ഖർ ലേ ജാന ബജാദ, അവർക്ക് പകുതി സെപ്പറേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? ടോക്കർ എന്ന് വെച്ചാല്
ചുവക്കുക, അതായത് ചുമന്ന് ഇത് വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. രണ്ടുപേരും സെപ്പറേറ്റ് ആക്കി ഇത് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. രാത്രി ഹോ ഗയി थी, അപ്പോഴേക്കും എന്തായി? രാത്രിയായി. इसलिए काम अगले दिन ही होना था. അതുകൊണ്ട് ജോലി അടുത്ത ദിവസത്തേക്ക് അവർ മാറ്റി വെച്ചു. വൈകുന്നേരമായി, ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ പ്രയാസമായത് കാരണം അവരെന്ത് ചെയ്തു? ജോലി അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്തു. रात को दोनों को फसल की रखवाली के लिए कलिहान पर ही रुकना था. രാത്രി ആയപ്പോഴത്തേക്കും രണ്ടുപേരും ആ ഗോതമ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടി, രഖ്വാലി കേരിയെ അതായത് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? കലിഹാൻ പർ ഹി രുഗ്നാഥ. കലിഹാൻ എന്ന് വെച്ചാൽ കളപ്പുരയിൽ അവർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അതായത് വലിയ പാടശേഖരങ്ങളാണെങ്കിൽ അതിന് നടുക്ക് ഒരു ചെറിയ കുടില് പോലെ കിട്ടും. എന്നിട്ട് അവിടെയാണ് ഈ ഗോതമ്പൊക്കെ ശേഖരിച്ചു വെക്കുന്നത് വീട്ടിൽ. എന്നിട്ട് അവിടെ നിന്നാണ് കുറേശ്ശെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കലിഹാനിൽ, ഈ കളപ്പുരയിൽ ഇവര് എന്താണ് കളപ്പുരയിൽ അവർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടോ ദോനോങ്കോ ഭൂക്ക് ലഗീതി, രണ്ടുപേർക്കും വിശന്നു തുടങ്ങി. ഉരോനെ ഭാര്യ സേ കാനേ കാ സോച്ച. അപ്പൊ രണ്ടുപേരും വിചാരിച്ചതാ ഓരോരുത്തരായിട്ട് പോയി കഴിച്ചുകൊണ്ട് വരാമെന്ന് രണ്ടുപേരും തീരുമാനമെടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പഹലെ ബഡാ ഭായി ഖാനാ ഖാനെ ഘർ ഗയാ, छोटा भाई कलिहान पर ही रुकना रहा. वह सोचने लगा भाई की शादी हो गई है, उनका परिवार है, इसलिए उन्हें ज्यादा गेहूं की जरूरत होगी. അതായത് പറയുകയാണ്, പഹലെ ബഡാ ഭായി ഖാനെ ഘർ ഗയ. ആദ്യം മൂത്ത സഹോദരൻ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. ചോട്ടാ ഭായി കലിഹാൻ പർ ഹി രുഖാദ. ഇളയ സഹോദരൻ എന്ത് ചെയ്തു? ആ കളപ്പുരയിൽ തന്നെ റെസ്റ്റ് എടുത്തു. അവൻ സോച്ചനയിലേക്ക, അവൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഭായിക്ക് ഷാദി ഹോ ഗയി ഹെ, ചേട്ടന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞതാണ്. ഉൻകാ പരിവാർ ഹെ, അവനിപ്പോ ഒരു കുടുംബമുണ്ട്. ഇസ്ലിയെ ഉനെ സാധാ ഗേഹൂം കി ജറൂറത്ത് ഹോഗി. അതുകൊണ്ട് അവന് ധാരാളം ഗോതമ്പിന്റെ ആവശ്യം വരും അല്ലെ. അവന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? അവന് 2 കുട്ടികളും അവന്റെ ഭാര്യയും ഒക്കെ അല്ലേ. അപ്പൊ അവർക്കായിരിക്കും തോനെ എന്താണ് ഗോതമ്പിന്റെ ആവശ്യം വരിക. लेकिन सोचकर उसने अपनी ढेर से कई टोकरी गेहूं लेकर बड़े भाई वाले ढेर में मिला दी. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സോച്ചുകർ ഇങ്ങനെ അവർ ചിന്തിച്ചിട്ട് ഉസ്നെ अपनी ढेर से, അവൻ തന്റെ കൂമ്പാരത്തിൽ നിന്നും, അതായത് അവന്റെ ആ ഗോതമ്പിന്റെ ചെറിയൊരു കൂമ്പാരം ഉണ്ടല്ലോ, അതിൽ നിന്നും കൈ ടോക്കരി ഗേഹു, ചെറിയൊരു കുട്ടയ്ക്കകത്ത് ധാരാളം നെല്ലുകൾ ശേഖരിച്ചിട്ട്, നെല്ലല്ല ഗോതമ്പ് ശേഖരിച്ചിട്ട് എന്ത് ചെയ്തു? ബഡേ ഭായി വാലെ ഠേർമേ മിലാധി, മൂത്ത സഹോദരന്റെ ഗോതമ്പ് കൂനയിലേക്ക് ഇട്ടു കൊടുത്തു. ഇളയ സഹോദരൻ എന്ത് ചെയ്തു? അവൻ തന്റെ പക്കലുള്ള ഗോതമ്പ് കൂടി കുറച്ച് മൂത്ത സഹോദരന് നൽകി. ബഡാ ഭായി ധോടി ധേർമേ ഖാൽ ഔട്ട. മൂത്ത സഹോദരൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ചിട്ട് തിരികെ എത്തി. ചോട്ട ഖാനെ ഖാർ ജല. ഇളയ സഹോദരൻ എന്ത് ചെയ്തു? ചോട്ട ചെറിയവൻ ഖാനെ ഘർ ചലാ ഗയ, കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോയി. ബഡാ ഭായി സോച്ചനേലേക, ഇളയ സഹോദരൻ പോയപ്പോഴത്തേക്ക് മൂത്ത സഹോദരൻ ചിന്തിക്കാൻ തുടങ്ങി. മേരാത്തോ പരിവാർ ഹെ, എനിക്ക് കുടുംബമൊക്കെ ഉണ്ട്. ബച്ചേ ഹെ, എനിക്ക് കുട്ടികളുമുണ്ട്. വേ മേരെ ധ്യാൻ രഖ് സക്തേ ഹെ, അവരെന്നെ സംരക്ഷിച്ചോളൂ. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട്. അവരാണ് എന്നെ നോക്കുന്നത് അല്ലേ, അവരെന്നെ സംരക്ഷിക്കും. ലേക്കിൻ ചോട്ടാ ഭായി അഖേല ഹെ, എന്നാൽ എൻ്റെ സഹോദരൻ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ്. ഉസേ ദേഖ്നെ വാല കോയി നഹി ഹെ, അവനെ സംരക്ഷിക്കാൻ ആരുമില്ല, അവനെ നോക്കാനായിട്ട് ആരുമില്ല. ഉസേ സ്യാദാ ഗേഹൂം കി ജറൂരത്ത് ഹെ, അപ്പോൾ അവനായിരിക്കും തോനെ ഗോതമ്പിന്റെ ആവശ്യമല്ലേ, അവനെ നോക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ഗോതമ്പ് അവന് വേണ്ടി വരും. उसने अपने ढेर से उठाकर कई टोकरी गेहूं छोटे भाई वाले गेहूं के ढेर में मिला दी. അയാൾ തൻ്റെ ആ മൂത്ത സഹോദരൻ തൻ്റെ ഗോതമ്പ് കൂമ്പാരത്തിൽ നിന്നും ഒരു കൊട്ടയെടുത്ത് ധാരാളം ഗോതമ്പ് എന്ത് ചെയ്തു? ആ ഇളയ സഹോദരന്റെ ഗോതമ്പ് കൂമ്പാരത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പം ഈ കഹാനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2 സഹോദരങ്ങൾ തമ്മിൽ അഗാധമായൊരു സ്നേഹബന്ധം അല്ലേ. 2 സഹോദരങ്ങൾ അവരുടെ സ്നേഹം എങ്ങനെയാണ്? പരസ്പരം പുറത്ത് കാണിക്കുന്നില്ല എങ്കിൽ തന്നെയും അവരെന്ത് ചെയ്തു? അവരുടെ കൊടുക്കൽ വാങ്ങലിലൂടെയൊക്കെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പം 2 സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു അഗാധമായ ഒരു ബന്ധമാണ് ഈ കഹാനിയിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളും എങ്ങനെ തന്നെ ആയിരിക്കണം, നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു ഭാഗം നിങ്ങളുടെ സഹോദരനോ മറ്റാർക്കെങ്കിലും എന്ത് ചെയ്യുക? പകുത്ത് നൽകുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ സഹോദരങ്ങളോടും നമ്മുടെ കൂടപ്പിറപ്പുകളോടൊക്കെ എന്താണ്
ഒരു സ്നേഹം ഉണ്ടായിരിക്കണം അല്ലയോ? നമ്മൾക്ക് കിട്ടുന്നതിന് ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ കഹാനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ലൊരു കഹാനിയല്ലേ? രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ആഴത്തിലൊരു സ്നേഹമല്ലേ ഇതിൽ കാണിക്കുന്നത്. രണ്ടുപേരും എന്താണ്, മൂത്ത സഹോദരൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്താണ്, എനിക്ക് ഭാര്യയും കുടുംബവും ഒക്കെ കുട്ടികളും ഒക്കെ ഉണ്ട്, അവരെന്നെ നോക്കിയോളും, അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത സഹോദരൻ തൻ്റെ കുമ്പാരത്തിൽ നിന്നും ഇളയ സഹോദരൻ കൊടുക്കുന്നത് അല്ലേ? ഇളയ സഹോദരനാണ് ആദ്യമേ എന്ത് ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പം എനിക്ക് കുറച്ച് മതിയല്ലോ, എന്താണ് ചേട്ടനാണല്ലോ അംഗസംഖ്യ കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ ഗോതമ്പ് കുമ്പാരത്തിൽ നിന്നും ചേട്ടൻ ആദ്യം കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും എന്താണ്, തങ്ങളുടെ സ്നേഹമാകുന്ന സ്നേഹത്തിനെയാണ് അവർ പകർത്ത് നൽകിയത് അല്ലേ? ഓക്കെ, അപ്പം ഈ കഹാനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ മനോഹരമായ ഒരു കഹാനിയല്ലേ? അപ്പം ഇന്നത്തെ കഥ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം.